Hello dear students, welcome back to English Cafe. ഇന്നൊരു പുതിയ ക്ലാസ് ആണ് ആൻഡ് ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതുന്ന സമയത്തെല്ലാം ശ്രദ്ധിക്കേണ്ട കുറച്ച് നിയമങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ ഇംഗ്ലീഷിൽ ഇതിനെ നമ്മൾ കോൺകോർഡ്സ് എന്നാണ് പറയുക. എന്താ പറയുക? കോൺകോർഡ്സ്. സോ വാട്ട് ഈസ് കോൺകോർഡ്? കോൺകോർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ്, ഇപ്പം നമ്മുടെ ഒരു സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. ഒരു സെൻറ്റൻസിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഞാനിപ്പോൾ പറഞ്ഞ പോലെ സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? വേർബ് ഉണ്ടാവും, അതേപോലെ ചില സമയങ്ങളിൽ ഒബ്ജക്റ്റ് എല്ലാം ഉണ്ടാവും. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, സെൻറ്റൻസിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വേർബ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ സബ്ജക്റ്റിനാണ്. അപ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്, ചില സമയങ്ങളിൽ ഒബ്ജക്റ്റ് ഉണ്ടാവുള്ളൂ. ഒബ്ജക്റ്റ് ഇല്ലാത്ത സെൻറ്റൻസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അത് തെറ്റല്ല അല്ലേ. സോ ഈ സബ്ജക്റ്റും വേർബും നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ അകത്ത് എഴുതുമ്പോഴത്തേനും സബ്ജക്റ്റിനനുസരിച്ച് വേണം വേർബിൻ്റെ ഓരോരോ ഫോം മാറ്റാനായിട്ട്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, അതിൻ്റെ കണ്ടീഷൻ എന്താണ് എന്നൊക്കെ നോക്കിയിട്ട് വേണം വേർബ് സിംഗുലർ ആക്കണോ പ്ലൂറൽ ആക്കണോ എന്നൊക്കെ നോക്കാനായിട്ട്. ഓക്കെ, സോ അത് ചില നിയമങ്ങളുണ്ട്, ചില റൂൾസ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സിംഗുലർ വേർബാണോ പ്ലൂറൽ വേർബാണോ കൊടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റൂൾസിനെയാണ് നമ്മൾ കോൺകോർഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ബേസിക്കലി സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്. സബ്ജക്റ്റിനനുസരിച്ചുള്ള വേർബാണോ നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കോൺകോർഡ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ തുടങ്ങാം. സോ കൂടുതൽ കൺഫ്യൂഷൻസ് ആവുമെന്ന് വേണ്ട, ഓരോ റൂൾ പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. സോ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പേര് കോൺകോർഡ്സ് ആണ്. നമ്മൾ പല റൂൾസും പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ റൂള് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ റൂള് സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻ്റ് ആണ്. ഓക്കെ, സബ്ജക്റ്റിനനുസരിച്ചുള്ള വേർബാണോ കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സോ എങ്ങനെയാണ് ഇത് നമുക്ക് കറക്റ്റായിട്ട് ഏത് വേർബിന് ഏത് സബ്ജക്റ്റിന് ഏത് വേർബാണ് കൊടുക്കുക എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യത്തെ റൂൾ ഇതാണ്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ, നമ്മുടെ സെൻറ്റൻസിൻ്റെ അകത്തുള്ള സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അപ്പം നമ്മൾ കൊടുക്കുന്ന വേർബും എന്തായിരിക്കണം? സിംഗുലർ തന്നെ ആയിരിക്കണം. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന വസ്തുവോ അല്ലെങ്കിൽ മൃഗമോ മനുഷ്യനോ ആരും എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അത് ഒന്നായിരിക്കണം. ഓക്കെ, ഒന്നിലധികം ഉണ്ടാവാൻ പാടില്ല, സിംഗുലർ ആയിരിക്കണം. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹീ എന്ന് പറഞ്ഞാൽ അവൻ. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? അവൻ എന്ന് പറയുമ്പം ഒരാളല്ലേ ഉള്ളൂ, അപ്പം അതെന്താണ്? സിംഗുലർ ആണ്. അപ്പം ഹീ. ഓക്കെ, ഹീ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈറ്റ്സ് റൈസ് എന്നാ കൊടുത്തു. ഇതിൻ്റെ മീനിങ് എന്താ? അവൻ ചോറ് കഴിക്കുന്നു എന്നാണ് ഞാൻ ഞാൻ എഴുതിയേക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വേർബ് എന്ന് പറയുന്നത് ഇതിലേതാണ്? ഈറ്റ് ആണ് നമ്മുടെ വേർബ്. പക്ഷെ ഞാൻ ഈറ്റ് എന്ന് മാത്രം കൊടുത്തിട്ടില്ല, അതിൻ്റെ അവസാനം ഒരു എസ് ചേർത്ത് കൊടുത്ത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഹീ ഈറ്റ്സ് റൈസ് ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്. സിംഗുലർ വേർബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേർബ് ഏതുമായിക്കോട്ടെ അതിൻ്റെ അവസാനം ഒരു എസ് ചേർത്ത് കൊടുക്കണം. അതെന്താക്കാനായിട്ട്? അതിനെ ഒരു സിംഗുലർ വേർബ് ആക്കാനായിട്ട്. ഈറ്റ് എന്നുള്ളത് ഈറ്റ്സ് ആവും. ഓക്കെ, റൺ എന്നുള്ളത് എന്താവും? റൺസ് ആവും. സിംഗുലർ എന്ന് പറയുമ്പോൾ ഒരു എസ് എക്സ്ട്രാ ആഡ് ചെയ്യണം. നമ്മൾ യൂഷ്വലി നമ്മുടെ ഒരു മെമ്മറി പ്രകാരം എസ് ആഡ് ചെയ്യുന്നത് പ്ലൂറലിനാണല്ലോ. പക്ഷേ ഈ വേർബിൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ എസ് ആഡ് ചെയ്യുവാണെങ്കിൽ അത് സിംഗുലർ വേർബ് ആയിരിക്കും. ഓക്കെ, സോ ഹീ ഈറ്റ് റൈസ് നമ്മൾ പറയാൻ പാടില്ല, ഹീ ഈറ്റ്സ് റൈസ് എന്ന് വേണം പറയാൻ. എന്താ പറയുക? ഹീ ഈറ്റ്സ് റൈസ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ ഗേൾ ഈസ് ഹാപ്പി. ദ ഗേൾ, ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ഗേൾ, ആ പെൺകുട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം പെൺകുട്ടികളില്ല, പെൺകുട്ടി, ഒരൊറ്റ പെൺകുട്ടിയെ പറ്റി പറയുന്നതുകൊണ്ട് ഇതെന്താണ്? ഇത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേർബ് ഏത് യൂസ് ചെയ്യണം? വേർബും സിംഗുലർ തന്നെ യൂസ് ചെയ്യണം. സോ ദ ഗേൾ ഈസ് ഹാപ്പി ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ദ ഗേൾ ആർ ഹാപ്പി എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം എന്താണ്? സിംഗുലർ ആണ്. അപ്പം ഈ ഇസ് എന്നുള്ളത് നമുക്ക് എന്താണെന്ന് ഓൾറെഡി പഠിച്ച് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇസ് എവിടെ നമ്മൾ യൂസ് ചെയ്യുക? എങ്ങാനും ഏതെങ്കിലും സെൻറ്റൻസിൻ്റെ അകത്ത് ആക്ഷൻ വേർബ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലേ, ഹെൽപ്പിംഗ് വേർബിൽ പഠിച്ച വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ഇസ് ഉണ്ട്, പിന്നെ ആം, ആർ, വാസ്, ഒന്നും കൂടി ഉണ്ട്,
വേർ അല്ലേ. സോ ഈ 5 വേർഡ്സിനെ ചില സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യും. ഏതാണ് ആ ചില സമയങ്ങൾ? ആക്ഷൻ വെർബ്, ഈറ്റ്, റൺ, സിറ്റ്, ഡ്രിങ്ക്, ബാത്ത് എന്നുള്ള ആക്ഷൻ വേർബ് ഇല്ല, പ്രവർത്തികളായിട്ടുള്ള വേർബ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഓക്സിലറി വേർബോ അല്ലെ ഹെൽപ്പിംഗ് വേർബ്സിനെയോ യൂസ് ചെയ്യും. ആ ഹെൽപ്പിംഗ് വേർബ്സിൽ പെട്ടതാണ് ഇസ് എന്ന് പറയുന്നത്. ദ ഗേൾ ഇസ് ഹാപ്പി, ആ പെൺകുട്ടി സന്തോഷത്തിലാണ്. അപ്പം ഇവിടെ ആ പെൺകുട്ടി പ്രത്യേകിച്ച് പ്രവർത്തനം ഒന്നും ചെയ്യുന്നില്ല, പ്രവൃത്തി ഒന്നും ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ പ്രവൃത്തി ചെയ്യാത്തോടത്തോളം കാലം നമുക്ക് ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ദ ഗേൾ ഇസ് ഹാപ്പി എന്നാവും നമ്മുടെ സെന്റൻസ് വരുന്നത്. ക്ലിയർ? സോ ദ ഗേൾ ഇസ് ഹാപ്പി. സോ ഇവിടെ നമ്മൾ ഇസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. വൈ? ബിക്കോസ് ഗേൾ എന്നുള്ളത് സിംഗുലർ ആണ്, അതുകൊണ്ട് വി ഹാവ് യൂസ്ഡ് ഇസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേർബും പ്ലൂറൽ ആയിരിക്കും. എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹീ ഈറ്റ്സ് റൈസ് അല്ലേ. പ്ലൂറൽ ആവുമ്പം ദേ എന്ന് പറഞ്ഞാൽ അവര് എന്നാണ് അതിന്റെ മീനിങ്. ഒന്നിലധികം ആൾക്കാരുണ്ട്, അവർ അല്ലെ. അവർ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വേർബ് എന്തായി? ഈറ്റ് ആയി. ദേ ഈറ്റ് റൈസ് ആണ്. ഇവിടെ ഹി ഈറ്റ്സ് റൈസ് ആണ്, എന്നാൽ ദേ വരുമ്പോഴത്തേനും ദേ ഈറ്റ് റൈസ് ആണ്. ഈറ്റ്സ് വരില്ല, എന്ത് വരും? ഈറ്റ് വരും. കാരണം എസ് ആഡ് ചെയ്താൽ അത് സിംഗുലർ ആയി. അത് അതേപോലെ നമ്മുടെ വേർബ് എന്താണോ അത് അതേപോലെ യൂസ് ചെയ്താൽ അത് പ്ലൂറലായി. ക്ലിയർ ആണോ? ഓക്കെ. സോ ദേ ഈറ്റ് റൈസ്. അടുത്തത് ദ ഗേൾ ഈസ് ഹാപ്പി എന്ന് പറയുമ്പം ആ പെൺകുട്ടി സന്തോഷത്തിലാണ്. ഇനി പെൺകുട്ടികൾ സന്തോഷത്തിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിലോ, ഗേൾ എന്നുള്ളത് ഗേൾസ് ആവും അല്ലെ. ഗേളിന്റെ പ്ലൂറൽ എന്താണ്? ഗേൾസ് ആണ്. ദ ഗേൾസ് ആർ ഹാപ്പി. ഇസിന്റെ പ്ലൂറൽ എന്താണ്? ആറാണ് അല്ലെ. നമ്മൾ പഠിച്ച കാര്യമല്ലേ, ഇസിന്റെ പ്ലൂറൽ ആണ് ആർ, വാസിന്റെ പ്ലൂറൽ ആണ് വേർ എന്നുള്ളത് അല്ലെ. സോ ഇസിന്റെ പ്ലൂറൽ ആണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ദ ഗേൾസ് ആർ ഹാപ്പി. മനസ്സിലായോ? ഓക്കെ. സോ ഇതാണ് സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ സിംഗുലർ വേർബ് യൂസ് ചെയ്യും. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യും. ഒരു സബ്ജക്റ്റിനെ പ്ലൂറലോ സിംഗുലറോ ആക്കുന്നത് നമ്മൾ ആ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഹീ എന്നുള്ളത് സിംഗുലർ ആണ്, ദ ഗേൾ എന്നുള്ളത് സിംഗുലർ ആണ്, ദേ എന്നുള്ളത് പ്ലൂറൽ ആണ്, ഗേൾസ് എന്നുള്ളത് പ്ലൂറൽ ആണ്. ഇതൊക്കെ വായിച്ചാൽ തന്നെ മനസ്സിലാവും. എന്നാൽ വേർബിന് എങ്ങനെ നമുക്ക് സിംഗുലറും പ്ലൂറലും ആക്കാം? ഒരു വേർബ് എങ്ങനെയാണോ ഉള്ളത് അത് അതേപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പ്ലൂറൽ ആണ്. അതിൻ്റെ കൂടെ ഒരു എസ് ചേർത്ത് കൊടുത്താൽ അത് സിംഗുലർ ആണ്. നേരെ ഒന്ന് ഓപ്പോസിറ്റ് ആയിട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ. സോ ഹീ ഈറ്റ്സ് റൈസ്, ദേ ഈറ്റ് റൈസ്. ക്ലിയർ ആണോ? ഇതാണ് ആദ്യത്തെ സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റിന്റെ റൂൾ കേട്ടോ. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബ്. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ നോക്കാൻ പോകുന്നത് കളക്റ്റീവ് നൗൺസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പിനെ പറ്റി പറയുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ആനിമൽസ് എന്നുള്ളത് ഒരു കളക്റ്റീവ് നൗൺ ആണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന പല ആനിമൽസിൻ്റെ പേരുണ്ടാവും. ലയൺ, ടൈഗർ, ക്യാറ്റ്, ഡോഗ് എന്നൊക്കെയുള്ളത് ഓരോരോ ആനിമൽ ആണ് അല്ലേ. സോ അതിൻ്റെ ഒരു അംബ്രല്ല ടേം പോലെയാണ് നമ്മൾ ഈ കളക്റ്റീവ് നൗണിനെ യൂസ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ആ ഒരു കളക്ഷൻ ഉണ്ടല്ലോ, ആ കളക്ഷനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കളക്റ്റീവ് നൗണിൽ തന്നെ 2 രീതിയിലായിട്ട് നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കത് എന്താ നോക്കാം. വെൻ എ ഗ്രൂപ്പ് ആക്ട്സ് ആസ് വൺ, ആ മൊത്തം ഗ്രൂപ്പിനെ പറ്റി നമ്മൾ പറയുവാണ്. ആ ഗ്രൂപ്പിനെ ഒറ്റൊരു 1 യൂണിറ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ട് അതിനെ ഒന്നായി കണ്ടിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ദെൻ യു ഹാവ് ടു യൂസ് സിംഗുലർ വേർബ്. എന്താ യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ വേർബ്. ക്ലിയർ? സിംഗുലർ വേർബ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. എപ്പോൾ ആ മൊത്തം ഗ്രൂപ്പിനെ നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ട് കാണുവാണെങ്കിൽ യു ക്യാൻ യൂസ് സിംഗുലർ വേർബ്. ഫോർ എക്സാമ്പിൾ, ദ ടീം ഈസ് പ്ലേയിങ് വെൽ. ദ ടീം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ നമ്മുടെ സബ്ജക്റ്റ്, ദ ടീം. ഓക്കെ. ടീം എന്ന് പറയുമ്പം ആ ടീമിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, പക്ഷെ നമ്മൾ ആ ടീം മൊത്തം എടുത്തിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ സിംഗുലർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദ ടീം ഈസ് പ്ലേയിങ് വെൽ. നന്നായിട്ട് കളിക്കുന്നുണ്ട്, ആ ടീം നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ടീം ആറിൻ്റെ ആവശ്യമില്ല. ടീമിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ ദ ടീം ഈസ് പ്ലേയിങ് വെൽ എന്ന് തന്നെ പറഞ്ഞാൽ മതി. കാരണം എന്താണ്? ആ ടീമിനെ മൊത്തത്തിൽ, ആ ഗ്രൂപ്പിനെ മൊത്തത്തിൽ നമ്മൾ ഒന്നായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട്. ഓക്കെ. പക്ഷേ നമ്മൾ ആ ഗ്രൂപ്പിലുള്ള ഓരോരോ മെമ്പേഴ്സിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ഓരോരോ മെമ്പേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ ആയിട്ട് ആക്ഷൻ ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ സമയത്ത് അത് നമുക്ക് പ്ലൂറൽ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. കാരണം എന്താണ്? അതിൽ ഒന്നിലധികം ആൾക്കാരെ പറ്റി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുവാണ്. അപ്പോൾ ഒന്നിലധികം ആയല്ലോ, അതുകൊണ്ട് അത് പ്ലൂറൽ ആണ്. മനസ്സിലായോ?
എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ ടീം ആർ ആർഗ്യൂയിങ്, ഇവിടെ ഒരു TH ഉണ്ട് വിട്ടുപോയി. ദ ടീം ആർ ആർഗ്യൂയിങ് വിത്ത് ഈച്ച് അതർ. ദ ടീം ആർ ആർഗ്യൂയിങ് വിത്ത് ഈച്ച് അതർ. അതായത് ടീമിൽ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ട് അല്ലെങ്കിൽ കച്ചറയാവുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം അതിൽ ഓരോരുത്തരെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നിലധികം ആൾക്കാരെ പറ്റി പറയുന്നത് കൊണ്ട് നമ്മൾ ദ ടീം ആർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ മൊത്തം ടീമിനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണുന്നത് കൊണ്ട് ഇസും, ഇതിൽ ആ ടീമിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ ആറും ആണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം ആ ടീമിനെ മൊത്തത്തിൽ നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ടല്ല കാണുന്നത്, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെന്തായി, ദ ടീം ആറാണ് പറയേണ്ടത്. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് കളക്റ്റീവ് നൗൺസിൽ നമ്മൾ സിംഗുലർ വെർബാണോ പ്ലൂറൽ വെർബാണോ യൂസ് ചെയ്യാന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഒറ്റൊരു യൂണിറ്റ് ആയിട്ട് കാണുവാണെങ്കിൽ അത് സിംഗുലർ ആണ്. അതിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ, വേറെ ആക്ഷൻസ് ആണെങ്കിൽ യു ക്യാൻ യൂസ് പ്ലൂറൽ വെർബ്സ്. Clear? Okay, so that was it about collective nouns. Now coming to indefinite pronouns. What are indefinite pronouns? നമ്മുടെ ചില വാക്കുകളുണ്ട്, pronouns ആണ്. somebody, everybody, nobody, someone, everyone, no one എന്നുള്ള വാക്കുകളൊക്കെ അല്ലേ, അതാണ് നമ്മുടെ ഈ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ പൊതുവെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു റൂൾ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സംബഡി, നോബഡി, എവറിബഡി, എനിബഡി, someone, no one, everyone, no one ഇങ്ങനത്തെ വാക്കുകൾ അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി അങ്ങനത്തെ വേർഡ്സ് ഒക്കെ, ഈച്ച് എന്നുള്ള വേർഡൊക്കെ വരുവാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾ കൺസിഡേർഡ് സിംഗുലർ. ഓക്കെ, അതിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട, അതെല്ലാം നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ എവ്രി വൺ എന്ന് പറയുമ്പം എല്ലാവരും എന്നുള്ളൊരു മീനിങ് ആണല്ലോ. സോ നമ്മളത് എവ്രി വൺ ആർ എന്ന് പറയാൻ ചിലപ്പോൾ ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ എവ്രി വൺ ആർ അല്ല, എവ്രി വൺ ഇസ് ആണ്. എവ്രി വൺ എന്ന് പറയുമ്പം എല്ലാവരും എന്നുള്ളത് ഒറ്റൊന്നായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എവ്രി വൺ, നോ വൺ എന്നുള്ളൊരു വേർഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ സിംഗുലർ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ഹെൽപ്പിംഗ് വേർബ് ആണെങ്കിൽ ഇസോ വാസോ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അല്ലാത്ത ആക്ഷൻ വേർബ് ആണെങ്കിൽ ആ വേർബിൻ്റെ അവസാനം എസ് ചേർത്ത് കൊടുക്കണം. എക്സാമ്പിൾ, എവ്രി വൺ ലൈക്ക് ഐസ്ക്രീം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എവ്രി വൺ ലൈക്സ് ഐസ്ക്രീം. എന്താ പറയണ്ടേ? എവ്രി വൺ ലൈക്സ് ഐസ്ക്രീം. കാരണം എവ്രി വണ്ണിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത്, സംബഡി ഹാസ് ലെഫ്റ്റ് ദിയർ ഫോൺ. സംബഡി ഹാസ് ലെഫ്റ്റ് ദിയർ ഫോൺ. സോ സംബഡി ഹാസ് ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, സംബഡി ഹാവ് അല്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഹാസോ ഹാവോ ഹാഡോ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇവിടെ സംബഡി എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഹാവ് യൂസ് ചെയ്യാൻ പാടില്ല, ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താണ്? അത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഈച്ച് സ്റ്റുഡൻറ്റ് ഹാസ് എ ബുക്ക്. ഈച്ച് എന്നുള്ളൊരു വേർഡും ഇതേപോലെ സിംഗുലർ ആണ് കേട്ടോ. അതേപോലെ നോ ബഡി വോണ്ട് ടു ബി ലേറ്റ് എന്ന് പറയാൻ പാടില്ല, നോ ബഡി വോണ്ട്സ് ടു ബി ലേറ്റ് ആണ്. വോണ്ട് അല്ല, വോണ്ട്സ് ആണ്. ഓക്കെ, അതിനെ നമ്മൾ സിംഗുലർ ആക്കണം. ഒരു വേർബിനെ സിംഗുലർ ആക്കണം, എന്താ ചെയ്യേണ്ടത്? അവസാനം എസ് ചേർത്താൽ മതി. സോ നോബഡി വാണ്ട്സ് ടു ബി ലേറ്റ്. സോ ഈ എവ്രി വൺ, സംബഡി, ഈച്ച്, നോബഡി, നോ വൺ, സം വൺ, എവ്രിബഡി ഇങ്ങനത്തെ വേർഡ്സ് എല്ലാം സിംഗുലർ സബ്ജക്ട്സ് ആണ്. സോ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർബും സിംഗുലർ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനത്തെ റൂളിലേക്ക് പോകാം. കോമ്പൗണ്ട് സബ്ജക്ട്സ്. കോമ്പൗണ്ട് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സബ്ജക്ട്സ് ഉള്ള ഒരു സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? അതിൽ പല പല കണ്ടീഷൻ ഉണ്ട്. ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ റൂള് മാറും. അതെന്താ നമുക്ക് നോക്കാം. ഓക്കെ, 2 സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ആ 2 സബ്ജക്ട്സിനെ നമ്മൾ ജോയിൻ ചെയ്യുന്നത് ആൻഡ് എന്നുള്ളൊരു വാക്കിലാണെങ്കിൽ, ആൻഡ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ 2 സബ്ജക്ട്സിനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മളത് പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ പ്ലൂറൽ വേർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ടോം ആൻഡ് ജെറി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇവിടെ ടോമും ജെറിയും 2 പേരും സബ്ജക്ട്സ് ആണ്. മനസ്സിലായോ? 2 പേരും സബ്ജക്ട്സ് ആയതുകൊണ്ട് ഒന്നിലധികം സബ്ജക്റ്റ് ഉണ്ടോ? ഉണ്ട്. ഒന്നിലധികം സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് സബ്ജക്റ്റ് ആണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ടോം ആൻഡ് ജെറി എന്നുള്ളത് ടോമും ജെറിയും എന്നുള്ള മീനിങ് ആണ്. 2 സബ്ജക്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് കേട്ടോ. സോ പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ആർ വേണം യൂസ് ചെയ്യാൻ. ക്ലിയർ ആണോ? ഓക്കെ, ടോം ആൻഡ് ജെറി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ടോമും ജെറിയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. മനസ്സിലായോ? ആണ് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആർ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തേക്കുന്നത്. ഒന്നിലധികം സബ്ജക്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇസ് യൂസ് ചെയ്യുന്നില്ല.
ക്ലിയർ ആണോ? ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മൈ ഫാദർ ആൻഡ് മദർ ലവ് മീ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടമാണ്. അപ്പം ലവ് ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. ലവ്സ് എന്ന് കൊടുത്തോ? ഇല്ല. കാരണം എന്താണ്? എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടമാണ്. അപ്പം അച്ഛനുണ്ട് അമ്മയുണ്ട്, രണ്ടുപേരും സബ്ജക്ട്സ് ആയതുകൊണ്ട് തന്നെ മൈ ഫാദർ ആൻഡ് മദർ ലവ്സ് എന്ന് പറയില്ല, ലവ് മീ. ക്ലിയർ ആണോ? ഓക്കെ, സോ നമുക്ക് ഓൾറെഡി അറിയാം പ്ലൂറൽ ആണെങ്കിൽ അതേപോലെ യൂസ് ചെയ്താൽ മതി, സിംഗുലർ ആണെങ്കിൽ അവസാനം എസ് ആഡ് ചെയ്യണം അല്ലേ. പക്ഷെ ഇവിടെ രണ്ട് സബ്ജക്ട്സ് ഉണ്ട്, അത് കണക്ട് ചെയ്തേക്കുന്ന വേർഡ് ഏതാണ്? ആൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ അതും ഉണ്ട് ഇതും ഉണ്ട് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അതും ഇതും എന്നുള്ളൊരു മീനിങ് വരുമ്പം ഒന്നിലധികം ഉണ്ടല്ലോ, സോ അത് പ്ലൂറലായി, അതുകൊണ്ട് തന്നെ പ്ലൂറൽ വേർബും യൂസ് ചെയ്യാം. അടുത്തൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആൻഡ് യൂസ് ചെയ്യുവാണെങ്കിലും അതൊരൊറ്റ യൂണിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഒറ്റ യൂണിറ്റ് ആണെങ്കിൽ അത് സിംഗുലർ ആണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പം കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. എക്സാമ്പിൾ ഇതാണ്, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ നമ്മുടെ റൂള് പ്രകാരം ബ്രെഡും ബട്ടറിൻ്റെയും നടുക്ക് നമ്മൾ യൂസ് ചെയ്ത വേർഡ് ഏതാണ്? ആൻഡ് ആണ് അല്ലേ. സോ ആൻഡ് യൂസ് ചെയ്തിട്ട് രണ്ട് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് പ്ലൂറൽ ആവണം എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. പക്ഷെ എന്നാൽ ഇവിടെ നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടർ ആർന്ന് യൂസ് ചെയ്തില്ല, പകരം ഇസ് ആണ് യൂസ് ചെയ്തത്. ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം എന്താ? ബ്രെഡ് ആൻഡ് ബട്ടർ എന്നുള്ളത് ഒരു ഫുഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബ്രെഡും ബട്ടറും ഒരുമിച്ചല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. സോ ഇവിടെ നമുക്ക് ഇസ് യൂസ് ചെയ്യാം. ഒറ്റൊന്നായിട്ട് അത് രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ ഒറ്റൊന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആ സമയത്ത് നമുക്ക് ഇസ് യൂസ് ചെയ്യാം. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഗൈഡ് ഇസ് മൈ ഫാദർ. ഇതിൻ്റെ മീനിങ് എന്താണ്? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ ഗൈഡും എൻ്റെ അച്ഛനാണ്. സോ ഒരൊറ്റ ആളാണ് ബെസ്റ്റ് ഫ്രണ്ടും ഗൈഡും, രണ്ടും ഒരൊറ്റ ആളായതുകൊണ്ടാണ് ഞാനിവിടെ ഇസ് യൂസ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ വേറെ വേറെ ആളാണെങ്കിൽ നമുക്ക് അവിടെ ആറ് യൂസ് ചെയ്യാം. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഗൈഡ് ആർ മൈ ഫാദർ ആൻഡ് മദർ റെസ്പെക്റ്റീവ്ലി എന്നൊക്കെ കൊടുക്കണം. അതായത് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്തതിൻ്റെ അണ്ടറിൽ വരുന്നത് ആദ്യം, രണ്ടാമത് കൊടുത്തതിൻ്റെ അണ്ടറിൽ വരുന്നത് രണ്ടാമത്. ഫോർ എക്സാമ്പിൾ, മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഗൈഡ് ആർ my father and mother respectively. ഇത് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ള കാര്യമല്ല, ഞാൻ എക്സ്ട്രാ ആയിട്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് സെൻറ്റൻസ് പോയതെങ്കിൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഗൈഡ് ആർ മൈ ഫാദർ ആൻഡ് മദർ റെസ്പെക്റ്റീവ്ലി. ഈ റെസ്പെക്റ്റീവ്ലി കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്നും ഗൈഡ് ആരാണെന്നും പറയണം. ആർ മൈ ആരൊക്കെയാണ്? ഫാദറും മദറും ആണ്. അപ്പം ആദ്യം കൊടുത്തത് ഫാദർ ആണ്. അപ്പം ഫാദർ ആരാണ്? ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ആദ്യം കൊടുത്തത് ആദ്യം, രണ്ടാമത് കൊടുത്ത സബ്ജക്റ്റ്, രണ്ടാമത് കൊടുത്ത സബ്ജക്റ്റ്, അങ്ങനെ മനസ്സിലായോ? സോ അതാണ് ഈ റെസ്പെക്റ്റീവ്ലി എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. ആദ്യം കൊടുത്ത കണ്ടീഷൻ എന്താണോ അതിൻ്റെ ആൻസർ ആയിരിക്കും ആദ്യം കൊടുക്കുന്നത്. രണ്ടാമത് കൊടുത്ത ക്വസ്റ്റ്യൻ ഏതാണോ അതിന് കൊടുക്കുന്ന ആൻസർ ആയിരിക്കും രണ്ടാമത്. മനസ്സിലായോ? അതാണ് ഈ റെസ്പെക്റ്റീവ്ലി കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷെ ഇവിടെ നമുക്ക് റെസ്പെക്റ്റീവ്ലിയുടെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ആവശ്യം അങ്ങനെ ഇല്ല. ജസ്റ്റ് റെസ്പെക്റ്റീവ്ലിൻ്റെ ഒരു മീനിങ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടുത്തെ കണ്ടീഷൻ പ്രകാരം മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഗൈഡ് ഇസ് മൈ ഫാദർ, രണ്ടും ഒരൊറ്റ ആളായതുകൊണ്ട് നമ്മൾ ആറ് യൂസ് ചെയ്യുന്നില്ല, പകരം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇസ് യൂസ് ചെയ്യുന്നുണ്ട്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഗൈഡ് ഇസ് മൈ ഫാദർ. ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊരൊറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ രണ്ടും ഒരൊറ്റ ആളെ പറ്റി പറയുവാണെങ്കിൽ അവിടെ എല്ലാം നമുക്ക് ഇസ് യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷേ നോർമൽ സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ആറ് തന്നെ യൂസ് ചെയ്യുക, അതേപോലെ പ്ലൂറൽ വേർബ് തന്നെ യൂസ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, സോ അതാണ് കോമ്പൗണ്ട് സബ്ജക്ട്സ്. ഇനി കോമ്പൗണ്ട് സബ്ജക്ട്സിൽ തന്നെ വേറെ ഒരു റൂളും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് പഠിച്ചാൽ തീർക്കാം. ഓക്കെ, ഈതർ ഓർ അല്ലെങ്കിൽ നീതർ നോർ, ഈ വേർഡ്സ് ഒക്കെ ഉള്ള സെൻറ്റൻസസ് ആണെങ്കിൽ ഈതർ ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൻറ്റൻസിൻ്റെ അകത്ത് ഈതർ ദിസ് ഓർ ദാറ്റ്, ഇതോ അല്ലെങ്കിൽ ഇതോ, മനസ്സിലായോ? അതിലേതെങ്കിലും ഒന്ന് എന്നുള്ള ഒരു സെൻറ്റൻസ് സിറ്റുവേഷൻ വരുവാണെങ്കിലാണ് നമ്മൾ ഈതർ ഓർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈതർ ദ പെൻ ഓർ ദ ഡസ്റ്റർ. ഓക്കെ, ഒന്നെങ്കിൽ ഈ പെൻ അല്ലെങ്കിൽ ഈ ഡസ്റ്റർ, അതാണ് അതിൻ്റെ മീനിങ്. നമ്മളൊരു സെൻറ്റൻസിൻ്റെ അകത്ത് ഈതർ ഓർന്ന് കൊടുക്കുമ്പം രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ട് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് എന്നുള്ളൊരു മീനിങ് ആണ്. അവിടെയാണ് നമ്മൾ ഈതർ ഓർ യൂസ് ചെയ്യുക. നീതർ നോർ എവിടെയാണ് യൂസ് ചെയ്യുക? ഇതുമില്ല അതുമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് നീതർ നോർ എന്ന് പറയുന്നത്. നീതർ ദ പെൻ
നോർ ദ ഡസ്റ്റർ. ഈ പെന്നും ഇല്ല, അതേപോലെ ഡസ്റ്ററും ഇല്ല. എന്തിനില്ല, എങ്ങനെയില്ല എന്നുള്ളത് ആ സെൻറ്റൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഡു നോട്ട് ഹാവ് നീദർ യുവർ പെൻ നോർ ദ ഡസ്റ്റർ. എൻ്റെ അടുത്ത് നിൻ്റെ പെന്നും ഇല്ല, ഡസ്റ്ററും ഇല്ല. മനസ്സിലായോ? അതുമില്ല ഇതുമില്ല എന്ന് പറയുമ്പോഴാണ് നീദർ നോർ എന്ന് പറയുന്നത്. ഈതർ ആണെങ്കിൽ ഐ ഈതർ ഹാവ് യുവർ പെൻ ഓർ യുവർ ഡസ്റ്റർ. എൻ്റെ കയ്യിൽ നിൻ്റെ പെന്നോ അല്ലെങ്കിൽ ഡസ്റ്ററോ ഉണ്ട്, ഏതോ ഒന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് ഈതർ ഓർ യൂസ് ചെയ്യുക. സോ ഈതർ ഓറോ നീതർ നോറോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പെന്നും ഡസ്റ്ററും രണ്ടും സിംഗുലർ ആണ്, അതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ല, സിംഗുലർ വേർബിനെ യൂസ് ചെയ്താൽ മതി. എങ്ങാനും ഒന്നിലധികം ഉള്ള ഏതെങ്കിലും ആണെങ്കിൽ, അതായത് രണ്ടും സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബാണ്, രണ്ട് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ ആണ്, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനി ഒന്ന് സിംഗുലറും ഒന്ന് പ്ലൂറലും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഏത് വേർബ് യൂസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈദർ മൈ ബ്രദർ ഓർ മൈ സിസ്റ്റേഴ്സ് ആർ കമ്മിങ്. എൻ്റെ ബ്രദറോ അല്ലെങ്കിൽ സഹോദരികളോ വരുന്നുണ്ട്. ഒന്നെങ്കിൽ എൻ്റെ ബ്രദർ വരുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ആരോ ഒരാൾ വരുന്നുണ്ട്, ആരോ ഒരു കൂട്ടർ വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈദർ മൈ ബ്രദർ. ബ്രദർ എന്ന് പറയുമ്പം എത്ര ആളുണ്ട് ഇവിടെ? ബ്രദർ, സഹോദരൻ, ഒറ്റ ആളല്ലേ ഉള്ളൂ, ബ്രദർ. ഓക്കെ, ഈദർ മൈ ബ്രദർ. ഓർ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണം, ഓർ മൈ സിസ്റ്റേഴ്സ്. സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സഹോദരികൾ. ഒന്നിലധികം ഉണ്ട് അല്ലേ? ഒന്നിലധികം ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഇസ് യൂസ് ചെയ്തിട്ടില്ല, ആറ് യൂസ് ചെയ്തു. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഒന്ന് സിംഗുലറും ഒന്ന് പ്ലൂറലും അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ പ്ലൂറലായിട്ട് ഇവിടെ ആറ് യൂസ് ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഈദർ മൈ സിസ്റ്റേഴ്സ് ഓർ മൈ ബ്രദർ. സെയിം സെൻറ്റൻസിനെ ഞാൻ ആദ്യം സിസ്റ്റേഴ്സിനെ കൊടുത്തു, പിന്നെ ബ്രദറിനെ കൊടുത്തു കേട്ടോ. ഇവിടെ ആദ്യം ബ്രദർ പിന്നെ സിസ്റ്റേഴ്സ് ആണ്, ഇവിടെ ആദ്യം സിസ്റ്റേഴ്സ് വന്നു പിന്നെ ബ്രദർ വന്നു. ഈദർ മൈ സിസ്റ്റേഴ്സ് ഓർ മൈ ബ്രദർ ഈസ് കമ്മിങ്. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നല്ലോ. ഒന്ന് സിംഗുലറും ഒന്ന് പ്ലൂറലും ആണെങ്കിൽ ആറ് തന്നെയാണെങ്കിൽ ഇവിടെ ആറ് വരണ്ടേ? അങ്ങനെ വന്നില്ല. അപ്പോൾ എന്താ ഇതിൽ വ്യത്യാസമുള്ളത്? നമ്മൾ രണ്ട് സബ്ജക്ട്സ് കൊടുക്കുന്ന സമയത്ത് രണ്ടാമത് ഏത് സബ്ജക്റ്റ് ആണോ കൊടുക്കുന്നത് അതിലാണ് കളിയുള്ളത്. അത് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വേർബും സിംഗുലർ ആയിരിക്കും, അത് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വേർബും പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ സിസ്റ്റേഴ്സ് ആറ് വന്നു, ബ്രദർ ഇസ് വന്നു. ഓക്കെ, സോ വേർബ് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സബ്ജക്റ്റിലാണ് കളിയുള്ളത്. ആ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വേർബും പ്ലൂറൽ ആയിരിക്കും. ആ സബ്ജക്റ്റ് ലാസ്റ്റിൽ വരുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വേർബും സിംഗുലർ ആയിരിക്കും. ക്ലിയർ ആണോ? അതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. സോ ഈതർ ഓറോ നീതർ നോറോ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ അവസാനം കൊടുക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കുക. ഒന്നിലധികം സബ്ജക്റ്റ് ഉണ്ടാവും, അത് രണ്ടും സിംഗുലർ ആണെങ്കിൽ പേടിക്കാനൊന്നുമില്ല, സിംഗുലർ ആയിരിക്കും. രണ്ടും പ്ലൂറൽ ആണെങ്കിൽ അത് പ്ലൂറൽ തന്നെയാണ്. എന്നാൽ ഒന്ന് സിംഗുലറും ഒന്ന് പ്ലൂറലും ആണെങ്കിൽ നമ്മൾ രണ്ടാമത് പറയുന്നതിലാണ് കളിയുള്ളത്, രണ്ടാമത് പറയുന്നതിലാണ് കാര്യമുള്ളത്. രണ്ടാമത് പറയുന്നത് സിംഗുലർ ആണെങ്കിൽ നമ്മൾ സിംഗുലർ വേർബ് യൂസ് ചെയ്യും, പ്ലൂറൽ സബ്ജക്റ്റ് ആണ് രണ്ടാമത് വരുന്നതെങ്കിൽ നമ്മൾ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇതാണ് ഈതർ ഓറും അതേപോലെ നീതർ നോറും എന്നുള്ള രണ്ട് വാക്കുകൾ യൂസ് ചെയ്യുമ്പം ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഫോളോ ചെയ്യേണ്ട റൂൾ. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഇന്ന് പഠിച്ചത് കോൺകോർഡ്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ പല സാഹചര്യങ്ങളിലും ഫോളോ ചെയ്യേണ്ട പല റൂൾസ് ആണ് പഠിച്ചത്. എങ്ങാനും എവിടെയെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ട്യൂട്ടേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഓടിച്ചെടുക്കാം കേട്ടോ. സോ കോൺകോർഡ്സ് എന്ന് പറയുന്നത് ബേസിക്കലി സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് ആണ്. ഒരു സെന്റൻസിൻ്റെ അകത്ത് സബ്ജക്റ്റിനനുസരിച്ച് തന്നെ അല്ലേ നമ്മൾ വേർബ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബ് കൊടുക്കണം, പ്ലൂറൽ വേർബ് ആണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബ് കൊടുക്കണം. സബ്ജക്റ്റിനനുസരിച്ച് വേർബിനെ മാറ്റി മാറ്റി കൊടുക്കണം. സോ ഇവിടെ നമുക്കറിയാം സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബ് കൊടുക്കുക, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബ് കൊടുക്കുക. സബ്ജക്റ്റിനനുസരിച്ച് വേർബ് മാറ്റണം. വേർബ് എങ്ങനെയാണ് മാറ്റുക? വേർബ് അതേപോലെ നമ്മുടെ വേർബ് ഏതാണോ അത് അതേപോലെ കൊടുക്കുകയാണെങ്കിൽ അത് പ്ലൂറൽ ആണ്. അതിൻ്റെ അവസാനം ഒരു എസ് ചേർത്ത് കൊടുത്താൽ അത് സിംഗുലർ ആണ്. ഓക്കെ, ഇനി കളക്റ്റീവ് നൗൺസ് ആണെങ്കിൽ ഒരു കളക്ഷനെ പറ്റി പറയുവാണെങ്കിൽ രണ്ട് രീതിയിലായിട്ട് പറയാം. അതൊരൊറ്റ യൂണിറ്റ് ആക്കി പറയുവാണെങ്കിൽ അത് ഒന്നാണ്, സിംഗുലർ ആണ്. ഇനി ആ യൂണിറ്റിൻ്റെ ഉള്ളിലുള്ള പല പല ആക്ഷൻസിനെ പറ്റി പറയുവാണെങ്കിൽ ദെൻ ദാറ്റ് ഇസ് പ്ലൂറൽ. ഓരോരോ സബ്ജക്ട്സിനെ പറ്റി സെപ്പറേറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ദാറ്റ് ഇസ് പ്ലൂറൽ. ഓക്കെ, ഇനി ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എപ്പോഴും സിംഗുലർ ആണ്. എവ്രി വൺ, നോ വൺ, സം വൺ, ഇതെല്ലാം സിംഗുലർ ആണ്. ആൻഡ് കമ്പൗണ്ട് സബ്ജക്റ്റിലാണ് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. ഒന്നിലധികം സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ആൻഡ് വെച്ചാണ് നമ്മൾ അതിനെ ചേർക്കുന്നതെങ്കിൽ അത്
പ്ലൂറലാണ്. കാരണം അതും ഇതും ഒന്നിലധികം ഉണ്ടാകുമ്പോൾ അത് പ്ലൂറലാണ്. ഇനി ആൻഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ അതൊരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് സിംഗുലർ ആണ്. ഫോർ എക്സാമ്പിൾ ബ്രെഡ് ആൻഡ് ബട്ടർ രണ്ടും കൂടി ഒരുമിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് സിംഗുലർ. ഇനിയുള്ളൊരു കൺഫ്യൂഷൻ വരുന്നത് ഇവിടെയാണ്, ഈതർ ഓറും നീതർ നോറും. അവിടെ രണ്ടും സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ സിംഗുലർ തന്നെയാണ്, രണ്ട് പ്ലൂറൽ ആണെങ്കിൽ അത് പ്ലൂറൽ തന്നെയാണ്. പക്ഷെ ഒന്ന് സിംഗുലറും ഒന്ന് പ്ലൂറലും ആണെങ്കിൽ രണ്ടാമത് പറയുന്നത് ഏതാണോ അത് വെച്ചിട്ട് വേണം നമ്മൾ സിംഗുലർ വേർബ് യൂസ് ചെയ്യണോ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ കുറച്ച് ഇത് പ്രാക്ടീസും കൂടി ചെയ്താൽ ഈ ക്ലാസ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം പ്രാക്ടീസ് എന്തായാലും വേണം. ഇങ്ങനത്തെ ഗ്രാമർ ക്ലാസ്സോ ഗ്രാമർ പോർഷൻസോ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടീസും ഹോംവർക്കും അതൊക്കെ തരുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്താലേ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് നിൽക്കുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുന്നുണ്ടാവും, പക്ഷെ നിങ്ങളായിട്ട് എഴുതാൻ നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എഴുതി നോക്കണം, തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, അത് ശരിയാക്കി മുന്നോട്ട് പോവുക. ഓക്കെ, സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക് ആയിട്ട് കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ ഡിയർ സ്റ്റുഡൻസ്, ബൈ ബൈ.